ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം, ഭാഗം 2005. ഇന്ന് ജൂൺ മാസം 27-ാം തീയതി 178-ാമത്തെ ദിവസത്തിലെത്തി. പെന്തക്കോസ്ത് സംഭവത്തിന് തൊട്ടു മുമ്പുള്ള പ്രധാന സംഭവം എന്താണ്? ഒറ്റുകാരനായ യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് അവർ പകരം മത്യാസിനെ തിരഞ്ഞെടുത്തതാണ്. യൂദ എന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള പ്രതിവാദങ്ങൾ എന്തൊക്കെയായാലും യൂദയുടെ വീഴ്ച ദൗർഭാഗ്യകരമായിരുന്നു. പ്രാർത്ഥനയിലുറ്റിരുന്നതും യേശുവചനങ്ങളെ ധ്യാനിച്ചും പ്രസംഗിച്ചും ശിഷ്യ സമൂഹം ഞെട്ടലിൽ നിന്ന് പതിയെ ഉണരുകയാണ്. തങ്ങളുടെ ദൗത്യം തുടരുകയാണ്. എന്തൊക്കെ കോട്ടങ്ങൾ സംഭവിച്ചാലും സമൂഹം മുമ്പോട്ട് പോയേ മതിയാവൂ എന്ന് അവർ ഉറച്ചു തീരുമാനിക്കുകയാണ്. യൂദയുടെ വിശ്വാസത്യാഗത്തിന്റെയും തകർച്ചയുടെയും സ്മാരകമായി രക്തനിലം അഥവാ അക്കൽദാമ രൂപപ്പെട്ടല്ലോ. മത്യാസിനെ തെരഞ്ഞെടുത്തവർ പുതിയ ഇസ്രായേൽ എന്ന തരത്തിലുള്ള അവരുടെ വിശ്വാസ പ്രയാണവും തുടരുകയാണ്. പ്രാർത്ഥനയിൽ നിന്നാണ് അവർ ഈ ഊർജം ഉൾക്കൊണ്ടത്. ജീവനുള്ള ദൈവവുമായുള്ള സംസർഗം എന്ന നിലയിൽ അവരുടെ ഈ പുതിയ ജീവിതത്തിന് പ്രാർത്ഥന വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് പലപ്പോഴും അവർ പ്രാർത്ഥനയിൽ പരാജയപ്പെട്ടു പോകുന്നത് അവർ ഓർത്തിട്ടുണ്ടാവും. പ്രാർത്ഥനയുടെ ശക്തിരാഹിത്യം കൊണ്ടാവും, അവരുടെ പ്രാർത്ഥനാ കുറവ് കൊണ്ടാവും ദൈവരാജ്യ ശുശ്രൂഷകളിലും അവർ തോൽവിയടയുന്നത്. രോഗം ബാധിച്ചൊരു ബാലനെ സൗഖ്യമാക്കുന്നതിൽ ശിഷ്യർ പരാജയപ്പെട്ടതൊക്കെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ പലപ്പോഴുമായിട്ട് അവർ നിരന്തരം അഗാധമായി പ്രാർത്ഥിച്ചതായിട്ടും ദൈവം ഇടപെട്ടതായിട്ടും ഉത്തരമരുളുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യ സമൂഹത്തിൽ യൂദായ്ക്ക് പകരം മത്യാസിനെ തിരഞ്ഞെടുത്തു. ഈ സഭാ സമൂഹം പുതിയ ഇസ്രായേലാണ്. 12 എന്ന സംഖ്യ പഴയ ഇസ്രായേലിന് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഇസ്രായേലിനും ഇത് പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും ഗോത്ര പിതാക്കന്മാരെയും സൂചിപ്പിച്ചുകൊണ്ടാണ് 12 ശിഷ്യർ. ഇസ്രായേൽ ഗോത്രങ്ങൾ 12നെ ന്യായം വിധിക്കുന്ന ശിഷ്യന്മാരുടെ പദവിയെക്കുറിച്ച് യേശു തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നതുമാണ്. വെളിപാടിന്റെ പുസ്തകത്തിലുമുണ്ട് ഈ പ്രതീകാത്മക. അങ്ങനെ ഒറ്റുകാരനായ യൂദയുടെ സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുത്തത് ശരിക്കും യൂദ മരിച്ചു പോയതുകൊണ്ടൊന്നുമല്ല, പ്രത്യേക അയാളുടെ വിശ്വാസ ത്യാഗം കൊണ്ടാണ്. യൂദ വിശ്വാസ സമൂഹത്തെ ഉപേക്ഷിച്ചു പോവുകയും ശത്രുപാളയത്തിന്റെ നടപടികളിൽ പങ്കാളിയാവുകയും ചെയ്തു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൂടെ കടന്നു പോകും മനസ്സിലാവും. വലിയ കാലതാമസം കൂടാതെ ഹെരോദ രാജാവ് ശിഷ്യരിൽ ഒരുവനായിരുന്ന യാക്കോബിനെ കൊല്ലുന്നുണ്ട്. ആദ്യം രക്തസാക്ഷിയാവുന്നത് ശിഷ്യരിൽ യാക്കോബാണ്. എന്നാൽ അതിനു പകരം ഒരാളെ അന്വേഷിക്കുന്നതായിട്ടോ തെരഞ്ഞെടുക്കുന്നതായിട്ടോ നിയോഗിക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. കാരണം യാക്കോബിന്റെ രക്തസാക്ഷിത്വമായിരുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ നിത്യജീവന്റെ അവകാശികളായി തീർന്നിരിക്കുന്നതിനാൽ വിശ്വാസി ഒരിക്കലും മരിക്കുന്നില്ലല്ലോ. വിശ്വാസ സമൂഹത്തിന്റെ ധൈര്യം അവർ ക്രിസ്തുയേശുവിലൂടെ കണ്ടെത്തുന്ന സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിത്യജീവനിലേക്കാണ്. മരണത്തിനോ മരണഭീഷണിക്കോ വിശ്വാസിയുടെ മേൽ സ്വാധീനവുമില്ല. എന്നാൽ യൂദ വിശ്വാസ പരിത്യാഗത്തിലൂടെ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു. അതാണ് ശരിക്കുള്ള മരണം കേട്ടോ. അതാണ് ശരിക്കുള്ള തകർച്ച. വിശ്വാസത്തിൽ ജീവിച്ചു മരിക്കുന്നതോ രക്തസാക്ഷിത്വമോ ആരെയും ദൈവത്തിൽ നിന്ന് അകറ്റുകയില്ല എന്നും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ, മത്യാസ് എന്ന സ്ലീഹായുടെ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ബോധ്യപ്പെടും. അപ്പോസ്തോലിക ശുശ്രൂഷ സംബന്ധിച്ച് ഒരുപാട് ഉൾക്കാഴ്ചകൾ തരുന്നതുമാണ് തെരഞ്ഞെടുപ്പ്. ശരിക്കും പറഞ്ഞാൽ പത്രോസ് അപ്പോസ്തോലൻ പറയുന്നുണ്ട് ഒരു അപ്പോസ്തോലന്റെ അടിസ്ഥാന യോഗ്യതയെക്കുറിച്ച്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നേരിട്ട് അനുഭവ പരിജ്ഞാനം ഉണ്ടായിരിക്കാൻ യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളിന്റെ യോഗ്യതയെക്കുറിച്ച് പത്രോസ് പറയുന്നില്ല. യേശു കർത്താവ് ഈ ലോകത്തിൽ പരസ്യ ശുശ്രൂഷ നിർവഹിച്ച നാളുകളിൽ ആരംഭം മുതൽ യേശുവിനോടൊപ്പം നടന്ന ഒരു കർത്താവിന്റെ പീഡാസഹനങ്ങൾക്കും പുനരുത്ഥാനത്തിനും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അങ്ങനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവുമായി
സമാനതകളില്ലാതെ ഒരു അഭിമുഖീകരണം ഉണ്ടായ ആളെന്ന നിലയിൽ പൗലൂസിനെയും അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണല്ലോ പൗലൂസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ഒരു കാര്യം നമ്മൾ മറന്നുപോകരുത്, ഒരു കാര്യം ഓർക്കണം, 12 ഒരുവന്റെ സ്ഥാനം പൗലൂസിനുണ്ടാവുന്നില്ല. യേശുവിനോട് കൂടെ നടന്ന, യേശുവിന്റെ മനുഷ്യാളത്വത്തെയും ദൈവത്വത്തെയും ഒക്കെ അനുഭവിച്ചു. അങ്ങനെയാണ് മത്തിയാസ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയാൻ ചീട്ടിടുന്ന രീതി പഴയ നിയമകാലത്തും ഉണ്ടായിരുന്നു. ലേവ്യ പുസ്തകം, അതുപോലെ സംഖ്യാപുസ്തകം 16 അധ്യായങ്ങളൊക്കെ അതിനെക്കുറിച്ച് സൂചനകളുണ്ട്. ചീട്ടിട്ടാണ് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അവസാന തീരുമാനം ദൈവത്തിൻ്റെ തന്നെയാണെന്നാണ്, ദൈവഹിതമാണെന്നാണ് അവരും നമ്മളും വിശ്വസിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചും നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. ഞാനും തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. തീർച്ചയായിട്ടും ഈ ഭൂമിയിലേക്ക് ജനിക്കാനായിട്ട് വിളിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അത് ആണും പെണ്ണുമായും, ഇന്ന അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും, ഇന്ന ദേശത്ത്, അങ്ങനെ എന്തുമാത്രം എൻ്റെ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവം നടത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി വിനയത്തിൽ സമർപ്പിക്കാം. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിക്കാം. അതെ, ഞാനും തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവൻ തന്നെയാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.